ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 75,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 70,000 രൂപയ്ക്ക് നിങ്ങളൊരു ഫോൺ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വൺ ഓഫ് ദ ഫേമസ് രണ്ട് സ്മാർട്ട് ഫോൺസ് നമുക്ക് കാണിക്കുക. ആക്ച്വലി നമ്മുടെ S23 അൾട്രയും അതുപോലെ തന്നെ നമ്മുടെ OnePlus 13 ആണ്. അപ്പോൾ ഈ രണ്ട് ഫോണിൽ ഏത് ഫോൺ എടുക്കണം? നിങ്ങൾക്ക് അറിയാം, OnePlus 13 എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 വെച്ച് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. അപ്പോൾ S23 അൾട്രയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ S25 അൾട്ര ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഈ സ്റ്റോക്ക് കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ പ്രൊഡക്ഷൻ നിർത്താനും ഇത് കിട്ടാണ്ടാവാനും ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് S24 അൾട്ര ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും S24 അൾട്രയും S23 അൾട്രയും പക്ഷേ ലേറ്റസ്റ്റ് പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. അല്ലാണ്ട് വലിയ ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 1 to 2% ഒക്കെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ കാണുള്ളൂ. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് സാധനം 75,000 രൂപയ്ക്ക് ഓൾമോസ്റ്റ് നമുക്ക് S23 അൾട്ര കിട്ടും. മറ്റേതാകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1 lakh അബോവ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കുകയാണെങ്കിൽ വാല്യൂ ഫോർ മണി അല്ല. അപ്പോൾ അതിന് റേറ്റ് കുറയാണെങ്കിൽ സംഭവം ഓക്കെയാണ്. അപ്പോൾ ഇത് കിട്ടാണ്ട് മറ്റൊരു റേറ്റ് കുറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ അങ്ങനെയാണ് ചാൻസ് വരാൻ പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് 75,000 രൂപയ്ക്ക് എന്തായാലും വരാൻ പോകുന്നില്ല S24 അൾട്ര. അപ്പോൾ ആ റേഞ്ചിൽ നിങ്ങൾ എന്തായാലും സാംസങ്ങിന്റെ അൾട്ര സീരീസ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് S23 അൾട്ര എടുക്കുക തന്നെയാണ്. ഇപ്പം തന്നെ വേഗം എടുക്കാൻ മറക്കണ്ട. എന്താ വെച്ചാൽ നമ്മുടെ ആമസോണിൽ സ്റ്റോക്ക് ഔട്ട് കഴിഞ്ഞാൽ പിന്നെ വരാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതിൽ ഏത് ഫോൺ എടുക്കണം നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ നോക്കി കഴിഞ്ഞാൽ രണ്ടും അത്യാവശ്യം നല്ല കിടിലൻ ഫോൺ തന്നെയാണ്. ഇപ്പോൾ ക്യാമറ എല്ലാവരും നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറ പെർസ്പെക്റ്റീവ് ആണ് നോക്കുക. ഇതിലാകുമ്പോൾ നമുക്ക് 50 മെഗാ പിക്സലിന്റെ 3 ക്യാമറ സെൻസറാണ് വരുന്നത്. ഇതിലാകുമ്പോൾ നമുക്ക് 200 മെഗാ പിക്സലിന്റെ സെൻസറും 12 സെൻസറും 10 സെൻസറുമാണ് വരുന്നത്. പിന്നെ സെൽഫി ആകുമ്പോഴും 12, ഇതിൽ 32 ആണ്. അപ്പോൾ സെൻസറിന്റെ റെസൊല്യൂഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് OnePlus-ലാണ് കൂടുതൽ. ജസ്റ്റ് നമുക്ക് ഒരു ഡിഫോൾട്ട് ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഡിഫറൻസും കാര്യമൊന്നും കാണാൻ പറ്റില്ല. എക്സെപ്റ്റ് നമുക്ക് സൂമിങ്ങിൽ സാംസങ്ങിലാണ് കൂടുതൽ. അതല്ലാണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസും കാണുന്നില്ല. വീഡിയോയിൽ നമ്മൾ നോക്കിയപ്പോൾ കുറച്ചുകൂടി ബെറ്റർ സാംസങ് ആണ് കേട്ടോ, പ്രത്യേകിച്ച് സ്റ്റെബിലൈസേഷനിൽ. അതല്ലാണ്ട് വലിയ ക്വാളിറ്റിയിലോ സംഭവമൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സൂമിങ് സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് ആയിരിക്കും നല്ലത്. പിന്നെ ഒരു ഓവറോൾ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ പ്രൊഫഷണൽ യൂസിനും ബിസിനസ് യൂസിനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം തന്നെ ബെസ്റ്റ്. പ്രത്യേകിച്ച് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കാരണം ഇതിപ്പോൾ S25 അൾട്രേൻ്റെ ഇതിൽ അടപ്പൂരി നല്ല കൂതറാക്കി വെച്ചിട്ടുണ്ട് സാംസങ്. അത് പോട്ടെ, S23ലും S24 അൾട്ര നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. പക്ഷേ ആ സാധനത്തിൽ ഈ സാധനം കിടിലൻ സാധനം തന്നെയാണ്. ഞാൻ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ ടാബിലും എനിക്ക് സാംസങ്ങിൻ്റെ ടാബ് തന്നെയാണ്, S9 ടാബാണ്. അപ്പോൾ അതിൽ ഞാൻ ഈ പെന്ന് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധനം ഒരു എന്താ പറയുക, റവല്യൂഷണറി സാധനം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളൊരു ബിസിനസ് യൂസോ അങ്ങനത്തെ സംഭവം യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് കാരണം എനിക്ക് വോട്ടിംഗ് കൊടുത്തിട്ട് വരെങ്കിൽ ഞാൻ ഇതിനാ കൂടുതൽ മാർക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്പ്ലേയും കുറച്ചും കൂടി, ഇതും ഡിസ്പ്ലേയും കിടലം തന്നെയാണ്. നമുക്ക് മൈക്രോ കോഡ് കർവ് വരുന്ന 4 സൈഡിലും കർവ് വരുന്ന ഡിസ്പ്ലേ ആണ്. ഇതിലാകുമ്പോൾ നമുക്ക് 2 സൈഡിലെ കർവ് ഉള്ളൂ. പക്ഷേ നിങ്ങളൊരു മീഡിയ കൺസെപ്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണ് ബെറ്റർ. ഒന്നാമത് ഇതിന്റെ ഷേപ്പ് കാരണം ഡിസ്പ്ലേന്റെ ക്വാളിറ്റി കാരണം കുറച്ചുകൂടി ബെറ്റർ തന്നെയാണ് കേട്ടോ. ഇത് മോശമെന്നല്ല, പക്ഷേ നമുക്ക് ബ്രൈറ്റ്നസ് കൂടുതൽ OnePlus-നെയാണ്. പക്ഷെ അത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഗിമ്മിക് സംഭവമാണ്. നമുക്ക് രണ്ടും പുറത്തു പോയാൽ വിസിബിൾ ആണ്. അത് നോക്കിയാൽ പോരെ, പ്രാക്ടിക്കൽ സംഭവം നോക്കിയാൽ മതി. ഫിംഗർ പ്രിന്റ് രണ്ടിലും എന്തായാലും അൾട്രാസോണിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് സാംസങ്ങിനാട്ടും കുറച്ചും കൂടിയും ഫാസ്റ്റ് OnePlus ആയിട്ട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് അതിൽ ഓൾറെഡി നമ്മുടെ കളർ വോയിസ് അല്ല ഓക്സിജൻ വോയിസ് 15 വന്നല്ലോ. സാംസങ്ങിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അറിയാം കുറച്ചുകൂടി ഫാസ്റ്റ് സാധനമല്ലേ. അപ്പോൾ അത് ചിലപ്പോൾ ഇതിന്റെ ആനിമേഷൻ്റെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി One UI 7 വരുമ്പോഴാണ് അത് പറയാൻ പറ്റുള്ളൂ. രണ്ടും കിടിലൻ സാധനം തന്നെയാണ്. അത് ഇത് നമ്മുടെ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് അത്യാവശ്യം ഉണ്ടാവണം. അപ്പോൾ അതിന്റെ കുറേ മെസ്സേജുകൾ അതുകൊണ്ട് ഈ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസുകൾ പറയാനുള്ളത്. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ യൂസേജ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ഫോണിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാം. രണ്ടും കിടിലൻ ഫോൺ തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പുതിയ ഫോൺ അത് മെയിനായിട്ട് സംഭവം ഉണ്ട്. നമ്മുടെ ഡിസ്പ്ലേക്ക് ലൈഫ് ടൈം ഫ്രീ വാറന്റിയാണ് നമ്മുടെ ഗ്രീൻ ലൈനിന്. ബാക്കി ഏത് ബ്രാൻഡ് എടുത്താലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഔട്ട് വാറന്റി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഡിസ്പ്ലേക്ക് ലൈഫ് ടൈം ഫ്രീ വാറന്റിയും 6 മാസത്തേക്ക് നമുക്ക് മദർ ബോർഡ് വാറന്റിയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ലോങ് ടേം യൂസിനാണ് നിങ്ങൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ വേറൊരു കാര്യമുണ്ട്. ഇതിന് നമുക്ക് 70,000 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ 16 GB 512 GB വാറന്റി കിട്ടും. അതാകുമ്പോൾ നമുക്ക് 12 GB 256 GB വാറന്റി ആയിട്ടുള്ളൂ. ഞാൻ ഇതിന്റെ സ്പീഡ് കമ്പാരിസൺ നോക്കിയപ്പോഴും ഇതിന്റെ എന്താ പറയുക മെമ്മറിക്ക് തന്നെയാണ് സ്പീഡ് കൂടുതലുണ്ടാ സ്ലൈറ്റ്ലി. അപ്പോൾ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. അതിന് പോട്ടെ, വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. നമുക്ക് നോർമൽ ഹോം യൂസിനൊന്നും വലിയ ഡിഫറൻസ് ഒന്നും അറിയില്ല. പക്ഷേ മെമ്മറി ഓൾമോസ്റ്റ് ഡബിളും കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ലൈഫ് ടൈം ഫ്രീ വാറന്റി ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ ഇഷ്യൂനും കിട്ടുന്നുണ്ട്. അതൊരു എടുത്തു പറയേണ്ട ഒരു മെയിൻ സംഭവം തന്നെയാണ്. എല്ലാ ബ്രാൻഡും വെക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഈ സാധനത്തിന് 6000 mAh ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് കൂടുതലാണ്. വിത്ത് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് 100 വാട്ടിന്റെ.
ഇതിലാകുമ്പോൾ നമുക്ക് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ, 5000 mAh ബാറ്ററി ഉള്ളൂ. എന്തുകൊണ്ടും ഇതിന് തന്നെയാണ് ഓൾമോസ്റ്റ് നമുക്ക് ഇതിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 to 7 എന്തായാലും ഇല്ല, 5 to 6.3 6.5 അവറൊക്കെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് അതിനായിട്ടും മിനിമം നമുക്കൊരു ആവറേജ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ, പക്ഷെ കറക്റ്റായിട്ട് പറയാറായിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് 7 hour സുഖമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് ഇതിൽ തന്നെയാണ് ബെറ്റർ. ലൈറ്റ് വെയിറ്റ് ആണ് ശരിക്കും, സത്യം പറഞ്ഞാൽ S23 Ultra S24 Ultra ലൈറ്റ് വെയിറ്റ് ആണ്. 210 ഗ്രാമാണ് സംതിങ് സാധനം ഉള്ളൂ കേട്ടോ. പക്ഷെ അതും 210 ഗ്രാമും നമുക്ക് ഈ സാധനം പിടിക്കുമ്പോൾ ഫീൽ ആവില്ല, പ്രത്യേകിച്ച് വിത്ത് കേസ് ആയാലും ഫീൽ ആവില്ല. അത് ഞാൻ ഗ്യാരണ്ടി എടുത്ത് പറയാം. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സാംസങ്ങിന്റെ Ultra 4 സീരീസ് ഫോൺ ഉപയോഗിച്ചിട്ട് ഈ സാധനം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ 16 Pro Max അല്ലെങ്കിൽ ഏതെങ്കിലും ഐഫോണിന്റെ Pro Max ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ സാധനം പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിൽ 6000 mAh ബാറ്ററി പോയിട്ട് 3000 mAh ബാറ്ററി ഉണ്ടോ നമുക്ക് സംശയം ഉണ്ടാവും. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. അത് ഞാൻ എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ രണ്ട് ഫോണിൽ ഏത് ഫോൺ വേണമെങ്കിൽ വാങ്ങിക്കാം. പ്രത്യേകിച്ച് ലോങ് ടേം യൂസ് അല്ലെങ്കിൽ എന്താ പറയുക ലേറ്റസ്റ്റ് പ്രൊസസ്സർ വിത്ത് ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ്, ക്യാമറ ഓക്കെ ക്വാളിറ്റി, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് OnePlus 13 തന്നെയാണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഓവറോൾ ഒരു ബിസിനസ് പെർഫോമൻസ് ഫോൺ, മൾട്ടി പർപ്പസ് ഫോൺ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പെൻ ഫീച്ചേഴ്സ്, നോട്ട്സ് ടേക്കിംഗ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബിസിനസ് എന്താ പറയുക ആക്ഷൻസ് നീഡഡ് ആയിട്ടുള്ള ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മീഡിയ കൺസ്ട്രക്ഷൻ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അൾട്രാ സീരീസ് തന്നെയാണ് കേട്ടോ. ക്യാമറ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഈക്വലാണ്. നമുക്ക് ഇപ്പോൾ ഈ ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ വരുന്ന ക്യാമറ പെർഫോമൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഈക്വലാണ്, എക്സെപ്റ്റ് നമ്മുടെ എന്താ പറയുക X9 X200 Pro, അതുപോലെ ഓൾമോസ്റ്റ് 95,000-96,000 വില വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രൈസ് കൂടുതലാണ്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് 70,000 അല്ലെങ്കിൽ 70,000 to 75,000 ആ റേഞ്ചിൽ വരുന്ന ഫോൺ. നമ്മുടെ OnePlusന് അല്ലെങ്കിൽ നമ്മുടെ സാംസങ് S23 Ultra'ക്ക് ഇപ്പോഴും നമ്മുടെ ആമസോണിൽ ആ പ്രൈസ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. എൻ്റെ ഒരു എന്താ വെച്ചാൽ ഇത് എന്തായാലും നിങ്ങൾക്ക് പറയില്ലോ, ഇപ്പോഴും 71,999 തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ S25 Ultra ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് സാധനം സെയിൽ തുടങ്ങി കഴിഞ്ഞാൽ മിക്കതും S23 Ultraൻ്റെ സ്റ്റോക്ക് ഔട്ട് തീരാനും അത് നിർത്താനും ഭയങ്കര ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വെറുതെ വാങ്ങിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മളൊരു കമ്പാരിസൺ, ഒരു ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ കമ്പാരിസൺ നമ്മൾ ചെയ്യലാണ്ട് നമ്മൾ അതിൻ്റെ സ്പെക്സോ സംഭവം വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അത് നോർമലി നമുക്ക് യൂസും വരില്ല. പ്രാക്ടിക്കൽ കമ്പാരിസൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് നമുക്ക് ഇതിൽ കാണില്ല. വിത്ത് പെർഫോമൻസിലായാലോ സംഭവത്തിലായാലോ ഒന്നും ഡിഫറൻസ് കാണില്ല. പിന്നെ നമുക്ക് ഇതിൽ നമ്മുടെ Android 15ൻ്റെ കുറച്ച് എന്താ പറയുക സ്മൂത്ത്നെസ്സും ആനിമേഷൻ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് One UI 15 ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴും ലാഗോ സംഭവമൊന്നും ഇല്ല. ഞാൻ ഇതുവരെ ലാഗോ സ്റ്റക്കോ സംഭവമൊന്നും ഫീൽ ചെയ്തിട്ടില്ല അൾട്രയിൽ. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ 16 ഇത് വാങ്ങിക്കാൻ പറയില്ല. 16 അല്ലെങ്കിൽ 16 ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ 15 ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.